ഞാൻ അബ്ദുൽ മാജിദ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലൈഫ് ലാംഗ്വേജ് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു. കുട്ടികളുടെ ഇടയിലേക്ക്, വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങിയ സമയത്ത് കുറഞ്ഞ സമയമായിട്ടുള്ളൂ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരുടെ മനസ്സിൽ എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കാനും അറിയാനും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് അവരോട് മനസ്സിലാക്കാനും പറ്റും. ആ സമയത്താണ് ഏത് കുട്ടിക്കും ആവശ്യമുള്ളത് നല്ലൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഏത് കുട്ടിക്കും ആവശ്യപ്പെടുന്നത് അതാണ് എന്ന് മനസ്സിലാക്കുകയും കുറേ അതിൽ നല്ലൊരു ഒബ്സർവേഷൻ നടത്തിയപ്പോൾ എനിക്ക് തോന്നി കുട്ടികൾക്ക് വേണ്ടത് അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നല്ല അധ്യാപകനാണ്, ഒരു നല്ല രക്ഷിതാവാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ തോട്ടിൽ നിന്നാണ് ശരിക്കും ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് ഇപ്പോൾ ഞാൻ അൽ-ഇർഷാദ് സെൻട്രൽ സ്കൂൾ ആമശ്ശേരിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അധ്യാപകനായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ അവരുടെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകനും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാവും അവർക്ക് വേണ്ടത് അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം എന്ന്. അപ്പോഴാണ് നമ്മളൊരു യഥാർത്ഥത്തിലുള്ള അധ്യാപകനാവുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ നല്ല കഴിവുള്ള കുട്ടി, ആർട്ടിൽ നല്ല കഴിവുള്ള കുട്ടികൾ, നല്ല ടെക്നോളജിയിൽ നല്ല കഴിവുള്ള കുട്ടികൾ, പിന്നെ അങ്ങനെ കണ്ടൻറ് റൈറ്റിങ്ങിൽ നല്ല കഴിവുള്ള, അങ്ങനെ ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ ഒരുപാട് പേരുണ്ട്. അവർക്ക് നല്ല തോട്ട്സ്, നല്ല കോട്ട്സ് കൊടുത്ത് അവരെ നന്നായിട്ട് വളർത്തി ഉഷാറാക്കാൻ പറ്റും എന്ന് തോന്നിയപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്താൽ അത് സെറ്റാവും. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന സമയം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഹൗ ടു യൂസ് ഇൻ എ പ്രൊഡക്റ്റീവ് വേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഓക്കെ എന്ന് മനസ്സിലായപ്പോൾ നല്ല ഒരുപാട് അലുമിനിയിൽ നിന്ന് തന്നെ അൽ-ഇർഷാദ് സെൻട്രൽ സ്കൂളിൽ അലുമിനി പിള്ളേരെ തന്നെ വിളിച്ചു കൂട്ടുകയും അവരിൽ നിന്ന് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എക്സാമ്പിൾ ഏറ്റവും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ജിപ്മറിൽ സീറ്റ് വാങ്ങിച്ച MBBS സീറ്റ് വാങ്ങിച്ച കുട്ടിയാണ് ഷാദിയ ഷെറിൻ. കഴിഞ്ഞ ദിവസം നമ്മളോട് സംസാരിച്ചു. ഒരുപാട് പിള്ളേർ അവരുടെ ജൂനിയേഴ്സിനോട് എന്താണ് ഹാർഡ് വർക്ക്, 2-3 വർഷം അല്ലെങ്കിൽ 1-2 വർഷം അതിനു വേണ്ടി കഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ചോദ്യങ്ങളുണ്ടാകും, കല്യാണം കഴിക്കുന്നില്ലേ, പോണ്ടേ, ഇനി എന്താണ് പഠിച്ച് സമയം കളയാണോ, ഒരു പ്രായം വരെയൊക്കെ പെൺകുട്ടി പഠിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടുകാർ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം രീതിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും അങ്ങനെ ഉണ്ടാവുന്നു എന്ന് ആ കുട്ടി ഷെയർ ചെയ്തപ്പോൾ, എന്നിട്ടും അതൊക്കെ വകഞ്ഞു വെച്ച് കുട്ടി ഹാർഡ് വർക്ക് ചെയ്തു, ചിന്തിച്ചു, എനിക്ക് പറ്റും, അതിനനുസരിച്ച് കുടുംബം മാറി. അപ്പോഴാണ് കൂടുതൽ ഒന്നുകൂടി ഇൻസ്പയർ ആവുന്നത്. ഒരു അധ്യാപകൻ ഇത്തരം ഇടപെടലുകളാണ് നടത്തുന്നത്. കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയാൽ അത് രക്ഷിതാവും അധ്യാപകനാവട്ടെ രക്ഷിതാവട്ടെ അതിൽ നമ്മൾ ശ്രമിച്ചാൽ നമ്മളൊരു നല്ല മനുഷ്യനായി മാറി. അപ്പോഴാണ് നന്മ നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഫാസിൽ നല്ല ടെക്നോളജിയിൽ കണ്ടൻറ് റൈറ്ററായ ഫോട്ടോഗ്രാഫറായ ഫാസിലിനെ ക്ഷണിക്കണമെന്നത്. കാരണം ഈ സ്ഥാപനത്തിലെ അലുമിനിയാണ് ഫാസിൽ. അപ്പോൾ ആ കുട്ടി എന്താണെന്ന് വെച്ചാൽ നല്ല പ്രോഗ്രാമറാണ്, നല്ല വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ സംസാര ചാരുത വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അദ്ദേഹം അതിന് പറ്റിയ ആളാണ്, ആപ്റ്റാണ്. ജൂനിയേഴ്സിന് ഒരു നല്ല സോഫ്റ്റ് വർക്ക് എന്താണ് ഹാർഡ് വർക്കിനേക്കാളും സോഫ്റ്റ് വർക്കിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന നല്ല ഒരാളെ കാണിച്ചു കൊടുക്കണമെന്ന് തോന്നിയപ്പോൾ അത് എൻ്റെ മൈൻഡിലേക്ക് വന്നത് ദ ബ്ലൂ പിൻ ഡയറക്ടർ ഐ തിങ്ക് മിസ്റ്റർ ഫാസിൽ. അങ്ങനെയാണ് ഫാസിലിലേക്ക് എത്തിയത്. പിന്നീട് യാരി അറ്റ്ക ഡബ്രയുടെ അവരുടെ സ്റ്റുഡൻ്റായ മുനീറയിലേക്ക് എത്തി. ഇവിടെ പഠിച്ചു പോയ കുട്ടികൾ. അങ്ങനെ നമ്മിൽ നിന്ന് തന്നെ ഒരുപാട് പിള്ളേർ സീനിയേഴ്സിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറാൻ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട രീതിയിൽ അവരിൽ ഒരാളായി ജീവിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം.